സാമൂഹ്യനീതി വകുപ്പിൻ്റെ പദ്ധതികൾ നടപ്പിലാക്കുന്നത് ഏത് സമിതിയിലൂടെയാണ്? എ. കരുതൽ മിഷൻ, ബി. കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ, സി. തണൽ പദ്ധതി. ആൻസർ ബി. സാമൂഹ്യ സുരക്ഷാ മിഷൻ. വൃദ്ധസദനങ്ങളെ വയോജന സൗഹൃദപരമായി ആധുനിക സൗകര്യത്തോടെ മെച്ചപ്പെടുത്തുന്നതിനായുള്ള കേരള സർക്കാർ പദ്ധതി. എ. വയോജന, ബി. വയോരക്ഷ, സി. സെക്കൻഡ് ഇന്നിംഗ് ഹോം. ഉത്തരം സെക്കൻഡ് ഇന്നിംഗ് ഹോം. സർക്കാർ വൃദ്ധസദനങ്ങളിലെ താമസക്കാരുടെ ആരോഗ്യ പരിരക്ഷയ്ക്ക് വേണ്ടി വന്ന പദ്ധതി. എ. വയോമിത്രം പദ്ധതി, ബി. വയോമധുരം പദ്ധതി, സി. വയോ അമൃതം പദ്ധതി. ഉത്തരം സി. വയോ അമൃതം. 60 വയസ്സിന് മുകളിലുള്ള BPL വിഭാഗത്തിൽപ്പെട്ടവർക്ക് സൗജന്യമായി ഗ്ലൂക്കോമീറ്റർ വിതരണം ചെയ്യുന്ന സർക്കാർ പദ്ധതിയാണ് എ. വയോമധുരം പദ്ധതി, ബി. വയോ അമൃതം പദ്ധതി, സി. വയോമിത്രം പദ്ധതി. ആൻസർ എ. വയോമധുരം പദ്ധതി. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള അർഹരായ മുതിർന്ന പൗരന്മാർക്ക് സൗജന്യമായി കൃത്രിമ ദന്തനിര വെച്ചു കൊടുക്കുന്ന പദ്ധതി. എ. വയോമിത്രം പദ്ധതി, ബി. വയോ അമൃതം പദ്ധതി, സി. മന്ദഹാസം. ഉത്തരം സി. മന്ദഹാസം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി 60 വയസ്സ് കഴിഞ്ഞ 20-ൽ കുറയാത്ത ഗുണഭോക്താക്കൾക്കായി മാനസിക ഉല്ലാസത്തിനായി ഒത്തുകൂടാനുള്ള അവസരമൊരുക്കുന്ന പദ്ധതി. എ. തണൽക്കൂട്ടം, ബി. സ്വയംപ്രഭ ഹോം പദ്ധതി, സി. സുഹൃത്ത് സംഗമം. ഉത്തരം ബി. സ്വയംപ്രഭ ഹോം പദ്ധതി. ആരുടെയും സഹായമില്ലാതെ ജീവിതത്തിൽ ഒറ്റയ്ക്കായിപ്പോയ മുതിർന്ന പൗരന്മാർക്ക് അടിയന്തരമായി വൈദ്യസഹായവും പുനരധിവാസവും അത്യാവശ്യ ഘട്ടങ്ങളിൽ നിയമസഹായവും നൽകുന്ന പദ്ധതി. എ. വയോരക്ഷ, ബി. വയോമധുരം, സി. വയോ അമൃതം. ആൻസർ എ. വയോരക്ഷ. പൂർണ്ണമായും ശയ്യാവരമ്പലായവരെ പരിചരിക്കുന്നവർക്ക് പ്രതിമാസം 600 രൂപ ധനസഹായം നൽകുന്ന പദ്ധതി. എ. ആശ്വാസനിധി, ബി. കൈത്താങ്ങ്, സി. ആശ്വാസകിരണം. ഉത്തരം സി. ആശ്വാസകിരണം. ശ്രേഷ്ഠം പദ്ധതിയെ സംബന്ധിച്ച് ശരിയായ വസ്തുത. എ. കലാകായിക രംഗത്ത് മികവ് പുലർത്തുന്ന ഭിന്നശേഷിക്കാർക്ക് ഉന്നമനത്തിനുള്ള അവസരം. ബി. മികവ് പുലർത്തുന്ന ഭിന്നശേഷിക്കാർക്ക് പ്രശസ്ത സ്ഥാപനങ്ങളിൽ പരിശീലനത്തിനുള്ള അവസരം ഒരുക്കിക്കൊടുക്കുന്നു. സി. ഒരു ജില്ലയിലെ കലാമേഖലയിൽ നിന്നുള്ള 5 പേർക്കും കായിക മേഖലയിൽ നിന്നുള്ള 5 പേർക്കും 10,000 രൂപ ധനസഹായം നൽകുന്നു. ഡി. ഇവയെല്ലാം ശരിയാണ്. ആൻസർ ഡി ആണ്. ഇവയെല്ലാം ശരിയാണ്. ഭിന്നശേഷിക്കാരുടെ നിർധനരായ അമ്മമാർക്ക് സൗജന്യമായി ഇലക്ട്രിക് ഓട്ടോ നൽകുന്ന പദ്ധതി. എ. സ്നേഹകരം, ബി. കൈത്താങ്ങ്, സി. സ്നേഹസഹായം. ആൻസർ സി. സ്നേഹസഹായം. ഭിന്നശേഷിക്കാരുടെ പുനരധിവാസം NGO സഹകരണത്തോടുകൂടി കേന്ദ്ര സർക്കാരിൻ്റെ ദീനദയാൽ പുനരധിവാസ പദ്ധതിയുടെ അടിസ്ഥാനത്തിൽ നടപ്പാക്കുന്ന പദ്ധതി. എ. അതിജീവനം പദ്ധതി, ബി. ആയുഷ്മാൻ പദ്ധതി, സി. ആശ്വാസകിരണം. ഉത്തരം എ. അതിജീവനം പദ്ധതി. ഭിന്നശേഷിയുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനായുള്ള പദ്ധതി. എ. വിദ്യാപീഠം, ബി. വിദ്യാജ്യോതി, സി. വിദ്യാകിരണം. ആൻസർ ബി. വിദ്യാജ്യോതി. ഭിന്നശേഷിയുള്ള മാതാപിതാക്കളുടെ മക്കൾക്ക് വിദ്യാഭ്യാസ ധനസഹായം നൽകുന്ന പദ്ധതി. എ. വിദ്യാജ്യോതി, ബി. വിദ്യാകിരണം, സി. വിദ്യാപീഠം. ആൻസർ ബി. വിദ്യാകിരണം. ഭിന്നശേഷി മൂലം സാമ്പത്തിക ക്ലേശം അനുഭവിക്കുന്നവരുടെ പെൺകുട്ടികൾക്കും ഭിന്നശേഷിയുള്ള പെൺകുട്ടികളുടെയും നിയമാനുസൃതമായ വിവാഹത്തിന് സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതി. എ. പരിണയം പദ്ധതി, ബി. മംഗല്യം പദ്ധതി, സി. വിവാഹമിത്രം പദ്ധതി. ആൻസർ എ. പരിണയം പദ്ധതി. മോക്ക് ടൈം എന്ന ഈ ചാനലിൽ പരിചയപ്പെടുത്തുന്ന എല്ലാ ടോപ്പിക്കുകളെക്കുറിച്ചുള്ള വിശദമായ ക്ലാസ്സുകൾ യൂട്യൂബിൽ നമുക്ക് സുലഭമായിട്ട് ലഭിക്കുന്നതാണ്. എന്നാൽ ആ ടോപ്പിക്കുകളെക്കുറിച്ച് നിങ്ങൾ എത്രത്തോളം അഗാധമായ അറിവ് നേടിയെന്നും എത്ര നേരത്തെ നിങ്ങൾക്ക് അതിൻ്റെ ആൻസർ അറ്റൻഡ് ചെയ്യാൻ സാധിക്കുന്നു എന്നതുമാണ് ഈ ചാനൽ വിലയിരുത്തുന്നത്.